പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ വർത്തക സംഘമാണ് മണിഗ്രാമം. ചൈനക്കാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്ന കേരളത്തിലെ തുറമുഖം കൊല്ലം. ക്രിസ്തു ശിഷ്യനായ സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ എത്തിയ വർഷം AD 52. അറബികളുമായുള്ള സമ്പർക്കം മൂലം മലയാളത്തിന് ലഭിച്ച പദങ്ങളാണ് കത്ത്, ഹർജി, വക്കീൽ, താലൂക്ക്, കീശ, കച്ചേരി, ജപ്തി. കേരളം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് മാഹിയാൻ. പ്രാചീന കേരളത്തിലെ ശൈവ സന്യാസിമാർ അറിയപ്പെട്ടിരുന്നത് നായനാർമാർ. പ്രാചീന കാലത്തെ വൈഷ്ണവ സന്യാസിമാർ അറിയപ്പെട്ടിരുന്നത് ആഴ്വാർമാർ. കേരളത്തിൽ ജൈനമേട് എന്ന പേരിലുള്ള കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം. ക്രൈസ്തവ നേതാവായിരുന്ന ഇരവി കോർത്തന് മണിഗ്രാമ പട്ടവും മറ്റു ചില പ്രത്യേക അവകാശങ്ങളും നൽകിയ ശാസനം വീരരാഘവ പട്ടയം. തീർത്തും ഒരു ബൗദ്ധകാവ്യമായി അറിയപ്പെടുന്ന തമിഴ് കൃതിയാണ് മണിമേഖല. മണിമേഖല എന്ന കൃതി എഴുതിയത് സാത്തനാർ. ഗണിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് ശങ്കരനാരായണീയം. ചൈനക്കാരുമായുള്ള വാണിജ്യ ബന്ധത്തിന്റെ ഫലമായി കേരളത്തിൽ തുടങ്ങിയ വ്യവസായമാണ് കളിമൺ പാത്രം. അമ്പലപ്പുഴയ്ക്ക് സമീപമുള്ള കരുമാടിയിൽ നിന്ന് ലഭിച്ച ബുദ്ധവിഗ്രഹം കരുമാടിക്കുട്ടൻ. മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടെത്തിയ പ്രാചീന ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. കേരളത്തിലെ മരുമക്കത്തായത്തെപ്പറ്റി വിവരിക്കുന്ന ആദ്യ കൃതിയാണ് മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ. കേരളത്തിലെ ഡാനിഷ് വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കുളച്ചൽ, ഇടവ. 1790 മുതൽ 1805 വരെ ഭരണം നടത്തിയ കൊച്ചി രാജാവാണ് ശക്തൻ തമ്പുരാൻ. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ. കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം. നമശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്നതാണ് വാഴപ്പള്ളി ശാസനം. എന്നാൽ മറ്റ് ശാസനങ്ങൾ ആരംഭിക്കുന്ന വാക്യം സ്വസ്തിശ്രീ. മണ്ണാപ്പേടി, പുലപ്പേടി എന്നീ ആചാരങ്ങൾ നിരോധിക്കപ്പെട്ട ശാസനമാണ് തിരുവിതാംകോട് ശാസനം. സംഘകാലത്ത് മടലേറൽ ഏത് ചടങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വിവാഹം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘമാണ് വളഞ്ചിയാർ. പന്തിരാണ്ട് കൂടുമ്പോൾ കുടിയാന്മാർ ജന്മിമാരുമായുള്ള കരാർ പുതുക്കുന്നത് അറിയപ്പെടുന്നത് പൊളിച്ചെഴുത്ത്. കൂടുതൽ പാട്ടം നൽകാൻ തയ്യാറുള്ള കുടിയാന് പഴയ കുടിയാനെ ഒഴിവാക്കി ഭൂമി ചാർത്തി കൊടുക്കുന്ന ഏർപ്പാടാണ് മേൽചാർത്ത്. 1513 കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സന്ധിയാണ് കണ്ണൂർ സന്ധി. കോഴിക്കോട് സാമൂതിരിക്കെതിരെ മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനും തമ്മിലുള്ള സന്ധി കൊച്ചി തിരുവിതാംകൂർ സന്ധി. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിലുള്ള സന്ധിയാണ് അഴീക്കോട് സന്ധി. 1540 കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സന്ധി പൊന്നാനി സന്ധി. ഉദയം പേരൂർ സുന്നഹദോസ്. കേരള ക്രൈസ്തവ സഭയിൽ ബാബിലോണിയയിലെ പാർത്തിയാർക്കീസിനുണ്ടായിരുന്ന അധികാരത്തിന് പകരം റോമിലെ പോപ്പിന്റെ ആധിപത്യം സ്ഥാപിക്കുകയും സുറിയാനി പ്രാർത്ഥനയുടെ സ്ഥാനത്ത് റോമൻ കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനയും ആരാധനാക്രമങ്ങളും ഏർപ്പെടുത്തുക എന്നതായിരുന്നു ഉദയം പേരൂർ സുന്നഹദോസിന്റെ ലക്ഷ്യം. നടന്ന വർഷം 1599. പങ്കെടുത്തവരുടെ എണ്ണം 813. ഉദയംപേരൂർ സുന്നഹദോസിന് അധ്യക്ഷത വഹിച്ചത് ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡി മെൻസിസ്. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന പള്ളി ഉദയംപേരൂർ മർത്ത മറിയം പള്ളി. പള്ളി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കൂനൻ കുരിശ് സത്യം. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ പിളർപ്പുണ്ടാക്കിയ പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് സത്യം. സത്യപ്രതിജ്ഞ നടന്ന വർഷം 1653 ജനുവരി 3. കൂനൻകുരിശ് സത്യം നടന്ന സ്ഥലം മട്ടാഞ്ചേരി. കൂനൻകുരിശ് സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പള്ളിയാണ് ചാപ്പൽ ഓഫ് അവർ ലേഡി ഓഫ് ലൈഫ് ചർച്ച്. കൂനൻകുരിശ് സത്യത്തിന് കാരണമായത് ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹ്ദല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു.